Namaskaram. Welcome to Geeta's Bhakti Geetam, one day one slogam, Srimad Mahabhagavata Mahatmyam, 387th day. Today, 77th sloka of 5th chapter. For details, please see the description box. Geeta's Bhakti Geetam, ഒരു ദിവസം ഒരു ശ്ലോകം, ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 387 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 77ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 77ാമത്തെ ശ്ലോകം. പുനഃശ്രവാന്തി സർവേഷാം വൈകുണ്ഠേ വസതി ധ്രുവം, ഗോകർണത്തവ ഗോവിന്ദോ ഗോലോകം ദാസ്യതി സ്വയം. പുനഃശ്രവാന്തി സർവേഷാം വൈകുണ്ഠേ വസതി ധ്രുവം, ഗോകർണത്തവ ഗോവിന്ദോ ഗോലോകം ദാസ്യതി സ്വയം. ഓം തത്സത്. പുനഃശ്രവാന്തി, വീണ്ടും കഥാശ്രവണമുണ്ടായാൽ അതിൻ്റെ അവസാനത്തിൽ എല്ലാവർക്കും വൈകുണ്ഠവാസം ലഭിക്കും, നിശ്ചയമാണിത്. അല്ലയോ ഗോകർണ, നിനക്കാവട്ടെ ഗോവിന്ദൻ തന്നെ ഗോലോകം നൽകും. അതായത് ഗോകർണൻ അത്രയ്ക്കും മഹാത്മാവാണ്. അദ്ദേഹത്തിന് ഭഗവാൻ തന്നെ ഗോലോകം നൽകി അനുഗ്രഹിക്കും. ഭഗവാൻ ഗോവിന്ദൻ തന്നെ ഗോലോകം നൽകി അനുഗ്രഹിക്കും. ഈ മനസ്സിനെയൊക്കെ ജയിച്ച് ഭഗവാനെ തന്നെ ശ്രദ്ധിച്ച് വീണ്ടും ഈ കഥ, ശ്രീമദ് മഹാഭാഗവത കഥ ശ്രവിച്ചാൽ ഇവർക്കും അതായത് ഇപ്പോൾ ലഭിക്കാതെ ഇരിക്കുന്നവർക്കും വൈകുണ്ഠവാസം ലഭിക്കും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് വിഷ്ണുദൂതന്മാർ. വൈകുണ്ഠവാസം ലഭിക്കുമെന്ന് പറഞ്ഞാൽ ഈ ജനന മരണ സംസാരത്തിൽ നിന്നും മോചിക്കപ്പെട്ട് എന്നേക്കുമായി മുക്തി നേടി ആ ഭഗവത് പദം സാക്ഷാത്കാരം ലഭിക്കുക എന്നാണ് വൈകുണ്ഠപദം ലഭിക്കുക എന്നത് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ബാക്കി സ്വർഗപ്രാപ്തിയോ ബാക്കി എന്ത് പദം ലഭിച്ചാലും വീണ്ടും ജനനം മരണം, പുണ്യം ഒടുങ്ങുമ്പോൾ ജനിക്കണം, വീണ്ടും മരിക്കണം, അങ്ങനെയുള്ള ഇതുണ്ടാകും. എന്നാൽ ആ ഭഗവാനെ തന്നെ പ്രാപ്തിച്ച് നമ്മുടെ തന്നെ അസ്തിത്വമായ ആ ഭഗവാനിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ഈ ജനന മരണ ചക്രത്തിൽപ്പെട്ട് ഉഴലേണ്ടി വരികയില്ല. നമുക്ക് ഓർമ്മയില്ല, പക്ഷേ നാം ഈ ജനനമരണ ദുഃഖത്തിൽപ്പെട്ട് ഉഴന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് ഈ ശ്രീമദ് മഹാഭാഗവത ശ്രവണം വളരെ ശ്രദ്ധയോടുകൂടി ആത്മാവാ ഭഗവാനെങ്കിൽ മനസ്സിനെ സമർപ്പിച്ച് ചെയ്താൽ എന്തായാലും എല്ലാവർക്കും വീണ്ടും പുനഃശ്രവാന്തി, വീണ്ടും വീണ്ടും ഇങ്ങനെ കേട്ടാൽ സർവേഷാം വൈകുണ്ഠേ വസതി ധ്രുവം, എല്ലാവർക്കും വൈകുണ്ഠത്തിൽ വസിക്കാൻ പറ്റും, ഉറപ്പാണ്. അതേമാതിരി അല്ലയോ ഗോകർണ, നിനക്ക് ഭഗവാൻ തന്നെ ഗോലോകം നൽകി, ഭഗവാൻ സ്വയം തന്നെ നിനക്ക് ഗോലോകം നൽകും. എന്തെന്നാൽ അത്രയ്ക്കും മഹാത്മാവായിട്ടുള്ള ഒരു ജന്മമാണ് ഗോകർണേൻ്റേത്. ശ്ലോകം ഒരിക്കൽ കൂടി. പുനഃശ്രവാന്തി സർവേഷാം വൈകുണ്ഠേ വസതി ധ്രുവം, ഗോകർണത്തവ ഗോവിന്ദോ ഗോലോകം ദാസ്യതി സ്വയം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.